LDF സ്ഥാനാർത്ഥി പി രാജീവിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടന സ്ഥലത്തേക്കാണ്. അദ്ദേഹം ഇന്ന് പര്യടനം നടത്തുന്നത് മരട് തൃപ്പൂണിത്തുറ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന ജനനായകന് നിങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ തീ പടർന്നു ചെങ്കൊടി ചുവപ്പ്, ഇതാ ഉണർന്നു കോടി സൂര്യ സംക്രമത്തുടിപ്പ്. കാറ്റിലാളി വീണു പോയൊരാറ്റു വഞ്ചി നാളമല്ല, ആർത്തിരമ്പി നീ വരുന്നുവോ കെടാത്തൊരഗ്നി ജ്വാല പോലെ. നൽകിയ ഈ വികാരഭരിതവും ആവേശഭരിതവുമായ സ്വീകരണത്തിന് വിനയപരിസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ ആർക്കും തടയാൻ പറ്റില്ല. ജനങ്ങൾക്ക് ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയും. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് കോട്ടക്കൊത്തളവും പുരാവസ്തുവാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഏതെങ്കിലും ഒരു മണ്ഡലം കുത്തകയാണെന്ന് ആരും പറയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മാത്രമല്ല സ്ഥാനാർത്ഥി, നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളാണ്. ഒറ്റയ്ക്കുള്ള ജയം അസാധ്യമാണ്. ഒന്നിച്ച് മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നിച്ച് ജയിക്കേണ്ട തെരഞ്ഞെടുപ്പാണത്. നിർബന്ധമായി ജയിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ആ അവസ്ഥയിലൂടെ രാജ്യത്തിനകത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിച്ചേ മതിയാകൂ. ഒന്നിച്ചുള്ള പോരാട്ടത്തിൽ നമുക്കൊരു അടയാളമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ചുറ്റിക്കാരി ക്ഷേത്രം. അടയാളത്തിൽ നമ്മൾ വോട്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായി നമുക്ക് ഈ നാടിനെ പുതുക്കി പണിയുകയും വേണം. കൂടെയില്ലേ ഭൂമി മണ്ണേ, ഈ മകൻ നിനക്കു കാവലായി പിറന്നവൻ. തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഒരറ്റത്ത് കേന്ദ്രമന്ത്രി, മറ്റൊരറ്റത്ത് MLA, വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് രാജീവിനെ നേരിടുന്നത്. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ഒരു വികാരം എന്താണ്? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്? ഏത് എതിരാളിയും ശക്തനാണെന്ന് കരുതുന്ന ഒരാളെയും നമ്മൾ കുറച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ MLA ആയിരിക്കുന്ന ആളുണ്ട്, MP ആയിരിക്കുന്ന ആളുണ്ട്. അതെല്ലാം ജനങ്ങൾ വിലയിരുത്തിയിട്ട് അവർ തീരുമാനത്തിലേക്ക് എത്തും. അതുകൊണ്ട് എതിരാളി ആരാണെന്നുള്ള ഏത് ആളാണെങ്കിൽ പോലും, ഏത് വ്യക്തിയാണെങ്കിൽ പോലും കരുത്തനായ ഒരു എതിരാളിയാണ് എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ഇതൊരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് എന്നൊരു പ്രചരണം കോൺഗ്രസ് നടത്തുന്നുണ്ട്. അത് ഒരു വശത്ത് ശരിയാണ് താനും. അത് എങ്ങനെ ആ കുത്തക മണ്ഡലത്തെ നേരിടാൻ കഴിയും CPM-ന് ഈ തെരഞ്ഞെടുപ്പ്? ഒരു മണ്ഡലം കുത്തകയല്ല, ജനങ്ങളാണ് വിധി എഴുതുന്നത്. നിങ്ങളൊരു മണ്ഡലം കുത്തകയാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിവേചന ശക്തി ഇല്ലാത്തവരാണെന്ന് പറയുക മാത്രമായിരിക്കും. സാധാരണ സ്വീകരണ യോഗങ്ങളിലൊക്കെ മാലയും പുഷ്പങ്ങളും ഒക്കെ തരുമ്പോഴേ ഇവിടെ മാങ്ങയും തേങ്ങയും അതേപോലെ ഫലവൃക്ഷങ്ങളും കപ്പ വരെ തന്നിട്ടുണ്ട്. എന്താണ് ഇത്? എന്ത് മാറ്റത്തിന്റെ പ്രതീകമാണിത്? അത് നമ്മുടെ പ്രത്യേക തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ടല്ല, ജനങ്ങൾ തീരുമാനിച്ചു വരികയാണ്. രാവിലെ സ്വീകരണ കേന്ദ്രത്തിൽ ആദ്യം ലഭിച്ചത് പച്ചക്കറികൾക്കൊപ്പം മത്സ്യം ലഭിക്കുകയുണ്ടായി. അതുപോലെ കോഴിമുട്ട, താറാമുട്ട, എല്ലാ പച്ചക്കറികളും, ക്യാപ്സിക്കം, ക്യാബേജ് എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ എല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതാണ് ജൈവജീവിതം. ആ ജൈവജീവിതത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അവരപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് ചരിത്രവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജൈവജീവിതം. 3-4 പഞ്ചായത്തുകളെങ്കിലും ജില്ലയ്ക്കകത്ത് ഏകദേശം സ്വയം പര്യാപ്തമായി. പച്ചക്കറി, പാല്, മാംസം, മുട്ട ഇവയെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ പങ്കാളികളായ ആളുകൾ ഇത് തെരഞ്ഞെടുപ്പിലും പങ്കാളികളായി വരികയാണ്. അതൊരു ആവേശഭരിതമായിട്ടുള്ള അനുഭവമാണ്. ജനങ്ങളിൽ നിന്ന് അതിരുകളില്ലാത്ത സ്നേഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ വോട്ട് അഭ്യർത്ഥിക്കൽ മാത്രമല്ല, അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യേണ്ട പ്രക്രിയയാണ്. വികസനത്തിൽ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ചോദ്യം ചോദിക്കുന്നു. അതുപോലെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ പരിപാടികളിലെല്ലാം ഞങ്ങൾ ഊന്നാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമെന്നുള്ളത്. ഈ മണ്ഡലം 2009 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ചെറിയ വോട്ടിന് വ്യത്യാസത്തിലാണ്. വലിയൊരു മാറ്റത്തിൻ്റെ ഇളക്കം
ഇപ്പോൾ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. ചുവന്ന ബ്ലൗസും സെറ്റ് സാരിയും അണിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ സഖാവിനെ ഇൻകുലാബിന്റെ ഈരടി മന്ത്രവുമായി ഇടിമുഴക്കത്തോടെ പുന്നപ്പുറ വയലാർ സമരനായകനെ അനുസ്മരിപ്പിക്കും വിധം നാടിന്റെ ജനനായകനെ വരവേറ്റുകൊണ്ട് ചെങ്കൊടിയുടെ കീഴിൽ അണിചേർന്നുകൊണ്ട് ഒരു ജനത തന്നെ, ഒരു പെൺകരുത്തിന്റെ, ഒരു ആൺകരുത്തിന്റെ, നമ്മുടെ രണ്ട് ചേച്ചിമാര് കർഷക തൊഴിലാളികൾ അവർ തന്നെ വിളയിച്ചെടുത്ത വലിയ വലിയ നമ്മുടെ വലിയ കുലയാണ് കൊടുക്കുന്നത്. വ്യക്തി എത്ര മഹാനാണെങ്കിലും ജനങ്ങളൊപ്പം ഇല്ലെങ്കിൽ ആ കരുത്ത് ആർക്കും ഗുണമില്ലാത്ത രൂപത്തിൽ അവസാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം, അതിന് പകരമായി ഞാൻ എന്താണ് നൽകേണ്ടത്? നിങ്ങൾ എല്ലാ ഉപകാരങ്ങളും എനിക്ക് നൽകുന്നു. പൂക്കളാകാം, മുദ്രാവാക്യങ്ങളാകാം, ആശ്ലേഷങ്ങളാകാം. കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക മുറുക്കമുണ്ട്, കെട്ടിപ്പിടിക്കുമ്പോൾ അതിന് അസാധാരണമായി കരുത്തുണ്ട്. നിങ്ങൾ ആ കെട്ടിപ്പിടിക്കലിലും കൈപിടുത്തത്തിലുമുള്ള മുറുക്കത്തിനകത്താകെ നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഞാൻ എന്താണ് പകരം നൽകേണ്ടത്? എനിക്ക് പകരം നൽകാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തുണ്ടാകില്ല എന്ന ഉറപ്പ്, അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. തളരാതെ തകരാതെ തകർക്കാൻ കഴിയാത്ത ഒരു അശ്വമേധമായി കടന്നു വരുമ്പോ നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും ഈ കുടീരയെ, ചന്ദൻ കുടീരയെ, എന്തൊരു ഉത്സാഹമാനതിൻ കൺകളിൽ. എറണാകുളത്തെ മറ്റ് സ്ഥാനാർത്ഥികൾക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ ആവേശകരമായ സ്വീകരണം അങ്ങേക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണ് അങ്ങ് തിരിച്ച് ഇവർക്ക് നൽകുന്ന വാക്ക്? എന്തായിരിക്കും ഈ എറണാകുളത്തിന്റെ വികസനത്തിന് അങ്ങ് നൽകുന്ന? അത് എല്ലായിടത്തും ഇതുപോലെ ആവേശകരമായ സ്വീകരണമാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ നിരന്തരം ജനങ്ങൾ ഇടപെടണം. അത് നയരൂപീകരണത്തിലാകാം, മറ്റ് പ്രയോഗത്തിലാകാം. ജനങ്ങളാണ് യജമാനന്മാർ. ഒരു വ്യക്തി സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി എല്ലാം അയാളിൽ ഏൽപ്പിക്കുകയല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ ഏത് മുൻഗണനകളാണോ വേണ്ടത്, അതിലേക്കായിരിക്കും കേന്ദ്രീകരിക്കുക. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ വൈകിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതെങ്കിലും എതിർ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നേറുകയാണ് അദ്ദേഹം. എറണാകുളം ജില്ലയിലെ ദ്വീപ് പ്രദേശങ്ങളിലൂടെയാണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പര്യടനം. കടമക്കുടി, വല്ലാർപാടം തുടങ്ങിയ ദ്വീപ് പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലൂടെയുള്ള പര്യടനമാണ് ഇപ്പോൾ ഹൈബി ഈഡൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദ്വീപ് പ്രദേശങ്ങൾക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. നഗരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണെങ്കിലും അവരുടെ വികസനം കാര്യമായി എത്തിയിട്ടില്ല എന്നൊരു പരാതി അവർക്കുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയും. ഹൈബി, നല്ല ചൂടാണ്. ഈ ചൂടെങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? അല്ല, ഈ നട്ടുച്ച വെയിലത്തും പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വലിയ ആവേശമുണ്ട്. ഞങ്ങൾ അനൗൺസ്മെന്റ് നടത്താതെയാണ് പോകുന്നത്, കാരണം വാഹന പര്യടനം തുടങ്ങിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ജനങ്ങൾ കാത്തു നിൽക്കുന്ന, വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു ആവേശത്തിൽ ഈ ചൂടെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. വൈകിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്, എങ്കിലും ഒട്ടേറെ പ്രദേശങ്ങൾ പിന്നിടാൻ കഴിഞ്ഞു അല്ലേ? അതെ, ഞങ്ങൾ വൈകിയാണ് പ്രചരണം ആരംഭിച്ചത്. 2ാം ഘട്ടത്തിലാണ് പ്രചരണം ആരംഭിച്ചത് വെച്ചേക്കണം. പക്ഷേ ഒരു റൗണ്ട് പൂർത്തീകരിച്ചു. നല്ല റെസ്പോൺസാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും. നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകളെ കാണുക വാഹന പര്യടനത്തിന് മുമ്പ് എന്നുള്ളതാണ് ഉദ്ദേശം. ഒരു കാര്യം കൂടെ, ഹൈബി, ഈ ദ്വീപ് പ്രദേശങ്ങളാണ് ഈ നമ്മളിപ്പോൾ കടന്നു പോകുന്ന പ്രദേശങ്ങൾ പലതും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം യാത്രാ പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഒരു പരിഹാരം ഹൈബി ജയിച്ചു വന്നാൽ ഉണ്ടാകുമോ? എങ്ങനെയാണ്? അല്ല, ദ്വീപ് സമൂഹങ്ങളെന്നും എക്കാലവും ഗോഷി പാലങ്ങൾ വന്നെങ്കിൽ പോലും മുളവുകാട് പ്രദേശങ്ങളിൽ ഇന്നും യാത്രാക്ലേശം വളരെ രൂക്ഷമാണ്.
റോഡ് കണക്ടിവിറ്റി ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. പല പദ്ധതികളും പാതി വഴി മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയെല്ലാം അത് ഒരു വ്യക്തിയോ ഒരു ഏജൻസിയോ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ജിഡ എന്ന് പറയുന്ന അതോറിറ്റിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്, തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ഇതിനോടൊപ്പം തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് മുഖ്യ പരിഗണന കൊടുക്കും. ഏതായാലും മുല്ലപ്പള്ളി പ്രദേശത്തേക്ക് പോവുകയാണ്. പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ട്. കത്തിക്കാളുന്ന ഉച്ചവെയിലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. അദ്ദേഹം അവർ ഹൈബീഡിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതും കാണാം. ഏതായാലും പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി അടുത്ത പ്രദേശത്തേക്കുള്ള യാത്രയിലാണ്. ഹൈബിയുടെ ജന്മനാടാണിത്. എന്താണ് ഇവർക്ക് നൽകാനുള്ളൊരു വാഗ്ദാനം? എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? അല്ല, ഇവരങ്ങനെ സാധാരണ വാഗ്ദാനങ്ങൾ കൊണ്ടൊന്നും തൃപ്തിപ്പെടുന്ന ആളുകളല്ല. പക്ഷേ ഇവിടുത്തെ യാത്രാക്ലേശം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലഘട്ടത്തിലാണ് ഗോശ്രീ പാലങ്ങളുടെ ഇൻറ്റീരിയേഴ്സ് ആയിട്ടുള്ള പാലങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. പറവൂർ ചാത്തനാട് മുതലുള്ള 4 പാലങ്ങളുടെ നിർമ്മാണം ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിൽ. ഇപ്പോൾ പിഴല പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. 8 മാസം കൊണ്ട് അതും പൂർത്തീകരിക്കും. അതെല്ലാം തുടങ്ങിയത് കഴിഞ്ഞ സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഗോശ്രീക്ക് കൊടുത്തിരുന്ന വലിയ പ്രാധാന്യമുണ്ട്. ഈ ഗവൺമെൻറ് വന്നിട്ട് 3 വർഷത്തിൽ ഒരു മീറ്റിംഗാണ്, അതും വേഗത്തിൽ തീർത്തൊരു മീറ്റിംഗ്. മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ്. അപ്പോൾ ഗോശ്രീ പാലങ്ങൾ യശശരീരനായ ലീഡറുടെ സമയത്ത് വൈപ്പിൻ ദ്വീപുകളെ തമ്മിൽ ബന്ധപ്പെടുത്തി. ഇപ്പോൾ വരാപ്പുഴ പാലം വഴി ചേന്നൂർ വരാപ്പുഴ പ്രദേശങ്ങളിലേക്ക്, കോതാട് പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഇനിയും ഒരുപാട് ദ്വീപുകൾ മെയിൻ ലാൻഡുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. അതിൽ ഗോശ്രീ ഇൻലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ജിഡയ്ക്കൊരു വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റാണ് അതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുണ്ട്. ജനപക്ഷ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇനിയും ആ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി എത്രയും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? എങ്ങനെയുണ്ട്? ഇപ്പം പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു. അല്ല, വളരെ നല്ലൊരു റെസ്പോൺസാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. ജനങ്ങളെ കാണുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എറണാകുളത്തെ ലോക്സഭാ മത്സരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് അവിടെ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ പ്രചരണ സ്ഥലത്തേക്കാണ്. പല മേഖലകളിലും അന്യം നിന്ന് പോയി ഇതിവിടെ എത്ര രൂപയ്ക്കാണ് റീറ്റെയിൽ ചെയ്യുന്നത്? 10 രൂപ. റീറ്റെയിലോ? 10 ഉള്ളോ? അവിടെ കുറവാണല്ലോ. കർഷകർക്കു നന്മ ചെയ്യും ചൗക്കിദാർ, സ്ത്രീജനത്തിൻ രക്ഷയായ ചൗക്കിദാർ, യുവജനത്തിനൂർജമായ ചൗക്കിദാർ, അബലരോടു സന്ധി ചേർന്ന ചൗക്കിദാർ. കർഷകർക്കു നന്മ ചെയ്യും ചൗക്കിദാർ, സ്ത്രീജനത്തിൻ രക്ഷയായ ചൗക്കിദാർ, വിജയരായ സിന്ധ്യ, ജഗന്നാഥ് റാവു ജോഷി, അണ്ണാ റാവു അച്ഛന്റെ കണ്ടംപററിയാണ്. And my father stood for the first Jansan candidate and he lost by 7 votes. വിജയത്തെ കോതി പശിക ആ രീതിയിലായിരുന്നു അന്നത്തെ ജോഷ്. വയനാട്
വയനാട് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ മത്സരം നടക്കുന്ന മണ്ഡലം എറണാകുളമാണെന്ന് ഒരർത്ഥത്തിൽ പറയാം. കാരണം ഒരു കേന്ദ്രമന്ത്രി തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫാം ഹൗസ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള പശുക്കളെയൊക്കെ അദ്ദേഹം നേരിട്ട് കാണുന്നു. ഞാനൊരു പാല് കച്ചവടക്കാരനായിരുന്നു 3 വർഷം, 85 മുതൽ 88 വരെ കുറേ പാല് പാലിക്കുകയായിരുന്നു. കുറച്ചൊന്നുമല്ല. ഞാൻ മിൽമയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടർ കുര്യൻ്റെ കീഴിലായിരുന്നല്ലോ നമ്മുടെ മൊത്തം പ്രസ്ഥാനങ്ങളെ. ആ സമയത്ത് അത് വളരെ വളരെ വിജയത്തിലായിരുന്നു ഞങ്ങൾ സഹകരണ പാല് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. നമ്മുടെ ആ സമയത്താണ് നമ്മുടെ യൂണിയനുകളൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ വന്ന സമയത്ത് ഫെഡറേഷൻ മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മേഖല യൂണിയൻ ഉണ്ടാക്കി, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് യൂണിയനൊക്കെ ഉണ്ടാക്കി. ആ സമയത്താണ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്നത്തെ ചെയർമാൻ. ഞാൻ കുറേ നാൾ MD ആയിരുന്നപ്പോൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെയർമാൻ പ്രയാർ ഗോപാലകൃഷ്ണൻ വന്നത്. അദ്ദേഹം വളരെ നല്ല ചെയർമാനായിട്ട് ഞാനും പുള്ളിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. എൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാനേതാണ്ട് 2-3 പേജ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. ഒരു രാഷ്ട്രീയക്കാരന് ഒരു പ്രസ്ഥാനത്തിൽ നയിക്കാൻ വരുമ്പോൾ അവരെങ്ങനെ മാതൃകയായിട്ട് പെരുമാറാമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ കാണിച്ചു എന്നൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നല്ല രസകരമായ കാര്യമായിരുന്നു. കാരണം അന്ന് ഇത് മാത്രമല്ല, മിൽമ മാത്രമല്ല, KLDM ബോർഡുണ്ടല്ലോ, അതും എൻ്റെ കീഴിലായിരുന്നു. അത് അന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സീമൻ വിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നു ലോകത്തിലെ. ഇപ്പോൾ ആ ഫാമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ നശിച്ചുപോയി. മാട്ടുപ്പെട്ടി, മൂന്നാർ, പിന്നെ കൊളത്തൂപ്പുഴ, ധോണി, അവിടെ പാലക്കാട്ട്, അതെല്ലാം ഇപ്പം അന്ന് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും നല്ല ഫാമായിരുന്നു ഞങ്ങളൊക്കെ അവിടെ നിന്ന സമയത്ത്. നല്ല സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. വലിയ ഇഷ്ടമാണ്, വലിയ അടുത്ത ബന്ധമാണ്. കാരണം നമ്മളൊരു ജോലി ചെന്നാൽ പിന്നെ ആ ജോലി അങ്ങ് സ്നേഹിക്കുക, അവിടെ ഒരു പ്രൊഫഷണലാകുക, അവിടെ ഇങ്ങനെ ഏറ്റവും മെച്ചത് നടപ്പാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യമേ. നല്ല രസകരമായ ജോലിയാണ്. നേരിനോട് ചേർന്നിടുന്ന ചൗക്കിദാർ, ആയുഷ്മാൻ ഭാരതിന്റെ ചൗക്കിദാർ. നേരിനോട് ചേർന്നിടുന്ന ചൗക്കിദാർ, ആയുഷ്മാൻ ഭാരതിന്റെ ചൗക്കിദാർ. രാജ്യരക്ഷ ചെയ്തിടുന്ന ചൗക്കിദാർ, പോരടിച്ച ജയനായ ചൗക്കിദാർ. तुमको कितना नौकरी मिलता है इधर, कितना रुपया मिलता है? 700. अरे मुझे भी काम मिलेगा. अच्छा बेटे, मैं मंत्री हूँ, भारत का पर्यटन मंत्री हूँ, टूरिज्म मिनिस्टर हूँ. अभी तो इधर का कैंडिडेट है. अब सारा मलयाली दोस्त को बोलो मुझे वोट करने के लिए, ठीक है? ഞാൻ പണ്ടവിടെ കളക്ടറായിരുന്നു, ഓർക്കുന്നുണ്ടോ? അൽഫോൺസ് കണ്ണന്താനം. 88 വന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ് താമസം. അതോ അവിടുന്ന് വന്നാണോ? അപ്പോൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ വോട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ജയിപ്പിക്കുക, അവിടെ വോട്ടുണ്ടെങ്കിൽ അവിടെ വോട്ട് കൊടുക്കുക. അവിടെ ഇപ്പോൾ കാണാൻ അൽഫോൺസ് കണ്ണന്താനം കോട്ടയം കളക്ടറായിരുന്നു, ഇപ്പം മിനിസ്റ്ററാണ്. കരുതലിൻ തലോടലായ ചൗക്കിദാർ, അത്രമേല ജയ്യനായ ചൗക്കിദാർ. കരുതലിൻ തലോടലായ ചൗക്കിദാർ. ഓ, ഭാരത് മാതാ നമ്മളെന്താ പഠിച്ച മഹാബ്രെയിൻ ആയിരിക്കുമല്ലോ. ഈ പുസ്തകമെല്ലാം കൂടെ, ഈ ഫോർമുല എല്ലാം കൂടെ ഓർത്തിരിക്കുന്നു. PhD-യോ? സ്പേസ് ടെക്നോളജി. സ്പെയിനോ? നിങ്ങൾ എല്ലാവരും കൂടോ? ആണോ? ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സ്പെയിനുണ്ടായിരുന്നു, മാഡ്രിഡ്. ആണോ? അപ്പൊ ഞങ്ങൾ ജയിപ്പിക്കണം കേട്ടോ. വോട്ടുണ്ടോ? ഞങ്ങൾ ജയിപ്പിക്കണം കേട്ടോ. ഭാരതത്തിൻ നാഥനായ ചൗക്കിദാർ, നമ്മളെ നയിച്ചിടുന്ന ചൗക്കി. ഇതാരാ പഠിപ്പിക്കുന്ന ഡാൻസ്? ഞങ്ങളൊക്കെ വലിയ പോൾ മക്കാർട്ട്നി എല്ലാവരും കൂടെ ഗ്രൂപ്പ്. യെസ്. പിന്നെ ഓഫ് കോഴ്സ് ബോബ് ഡിലൻ, ഇതൊക്കെയാണ് എൻ്റെ. പിന്നെ ജിം റീവ്സ്. അപ്പോൾ ഒരു കാലത്ത് ഇതെല്ലാം ഞാൻ കാനഡയിലാണ്, ടൂറിസം മന്ത്രിയാണ്, ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതൊരു രസകരമായ ഒരു വ്യായാമം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറഞ്ഞാൽ വലിയ രസകരമായ കാര്യം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആൾക്കാരെ കാണുന്ന വലിയ ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ ചെറുപ്പക്കാരെ കാണുന്നാൽ വലിയ ഇഷ്ടമാണ്. കാരണം അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് അതൊക്കെ ഒന്ന് അറിയാനും
ആ സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്നൊക്കെ അറിയുന്ന വലിയ കാര്യമാണ്. അങ്ങയുടെ പോസ്റ്ററിലൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് എറണാകുളത്തിൻ്റെ കേന്ദ്രമന്ത്രി എന്നുള്ളത്. അത് ഇല്ല, അത് ഞാൻ പറയുന്നതല്ല. ഞാനിപ്പോ തന്നെ മന്ത്രിയാ. അപ്പൊ എറണാകുളംകാർക്ക് ഒരു മന്ത്രി വേണേ അവർ തീരുമാനിക്കും. ഞാനിപ്പോ തന്നെ മന്ത്രിയാ. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പാർട്ടിക്കാരും NDAയും എല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു സ്ലോഗനാണ് എറണാകുളത്തിനൊരു മന്ത്രി എന്ന്. അതിനൊരു സാധ്യതയില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിനൊരു സാധ്യതയില്ലേ? അല്ല, തീർച്ചയായിട്ടും ജയിച്ചാൽ തീർച്ചയായിട്ടും മന്ത്രിയാണല്ലോ. ഞാൻ 40 വർഷം പൊതുജീവിതത്തിലുണ്ടായിരുന്നു. IAS-കാരനായും കളക്ടറായും ഡൽഹി കമ്മീഷണറായിട്ടും എൻട്രൻസ് കമ്മീഷണറായിട്ടും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഈ ഓരോ ജോലിയിലും ഞാൻ എന്ത് ചെയ്തു. MLA ആയിരിക്കുമ്പോൾ എന്ത് ചെയ്തു. അത് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തനം നടത്തിയപ്പോൾ ഞാൻ എന്തിങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ മന്ത്രിയായി കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. അപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ടൂറിസത്തിൽ 3ാം സ്ഥാനത്താണ്. ഇത് കാണിക്കുന്നത് എന്താ? ഇന്ത്യയുടെ പെർഫോമൻസ് ഞങ്ങൾ ടോപ്പാണ്. അങ്ങ് പ്രതിനിധിയായാൽ ഈ എറണാകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. ഞാൻ അങ്ങനൊന്നും ഒരു വാഗ്ദാനം നടത്തൂല്ല. ഞാൻ കൊച്ചിക്ക് ലോകത്തിൽ മുഴുവൻ പോയി പ്രസംഗിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? കൊച്ചി ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാണ്. പക്ഷേ ഞാനിപ്പം ഈ 3-4 ദിവസം ഇവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് എവിടെ പോയാലും ചപ്പും ചവറുമാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് കൊച്ചി ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും. കർഷകർക്കു നന്മ ചെയ്യും ചൗക്കിദാർ. കരുത്തരായ സ്ഥാനാർത്ഥികൾ, വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം. കേരളത്തിലെ ഏക മെട്രോ നഗരത്തിൻ്റെ MP ആരെന്നറിയാൻ അല്പനാൾ കൂടി നമുക്ക് കാത്തിരിക്കാം.